എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ റിസർച്ച് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. സൈസ് സ്പേസ് എന്നാണ് ടൂളിന്റെ പേര്. നമുക്ക് റിസർച്ച് റിലേറ്റഡ് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ലിറ്ററേച്ചർ റിവ്യൂ എങ്ങനെ എഴുതാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടിയുള്ള ഒരു ടൂളാണ് സൈസ് സ്പേസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് സൈസ് സ്പേസ് എന്ന് പറഞ്ഞ ടൂള്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്, എസ്പെഷ്യലി റിസർച്ച് സ്റ്റുഡൻസിന്. ഒരു എല്ലാം കൂടിയുള്ള ഒരു ടൂൾ വിത്ത് AI സപ്പോർട്ടുള്ള ടൂളാണ്. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെ സൈഡിൽ ഇത്രയും മെനൂസ് ആണുള്ളത്: ഹോം, മൈ ലൈബ്രറി, ചാറ്റ് വിത്ത് PDF, ലിറ്ററേച്ചർ റിവ്യൂ, AI റൈറ്റർ, ഫൈൻ കൺസെപ്റ്റ്സ്, പാരാഫ്രൈസർ, സൈറ്റേഷൻ ജനറേറ്റർ, എക്സ്ട്രാ ഡാറ്റ, AI ഡിറ്റക്ടർ, പിന്നെ നമ്മുടെ പ്രൊഫൈലുകൾ, കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഓരോന്ന് എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിലിപ്പോ മൈ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് നമുക്കായിട്ട് വീഡിയോസ്, സോറി, PDF എല്ലാം അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചെയ്തേക്കുന്ന സ്റ്റഡീസ് എല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് മൈ ലൈബ്രറി. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന PDF സ്റ്റോർ ചെയ്യണമെങ്കിൽ അതെല്ലാം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മൈ ലൈബ്രറി. മൈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഒരു ജേർണൽ നമ്മൾ വായിക്കുന്നു, വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലെ ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഇവിടെ സൈഡിൽ ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. വിത്ത് സൈറ്റേഷൻ ചെയ്യാൻ പറ്റും എല്ലാം. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു ടോപ്പിക്ക് ഏതെങ്കിലും ഒരു ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. വിത്ത് ഇതിനുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ സൈറ്റേഷൻസ് ഏത് ഫോർമാറ്റിലും ചെയ്യാൻ പറ്റും. പ്ലസ് AI റൈറ്റർ ടൂൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡയബറ്റീസ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നതെങ്കിൽ അത് ടൈപ്പ് ചെയ്തിട്ട് സൈഡിൽ ഒരു പ്ലസ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ AI സപ്പോർട്ടിൽ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, അതുപോലത്തെ സംഭവങ്ങളെല്ലാം ഈ ആപ്പ് തന്നെ ചെയ്തു തരും. പ്ലസ് നമുക്ക് ഇതിൽ സൈറ്റേഷൻസ് ആഡ് ചെയ്യാനായിട്ട് ഏത് ഫോർമാറ്റിലാണോ, ഇതിപ്പോ ഡിഫോൾട്ട് ആയിട്ട് API കിടക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. നമ്മൾ സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് സൈറ്റേഷൻസ് ആഡ് ആയിക്കോളും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ നെക്സ്റ്റ് ചാറ്റ് വിത്ത് PDF. ഇത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ PDF, അത് റിസർച്ച് റിലേറ്റഡോ എന്ത് ടോപ്പിക് ആണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലൈക്ക് AI സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇതിലേക്ക് ഇപ്പൊ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ നേരത്തെ അപ്ലോഡ് ചെയ്തേക്കണം ഒരു ഇതാണ്. അപ്പൊ അതിൽ നമുക്ക് സൈഡിൽ ചാറ്റ് വിത്ത് പേപ്പർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനോട് നമുക്ക് എന്ത് ചോദ്യങ്ങളും ചോദിച്ചാൽ അത് ഉത്തരം തരും. ഫോർ എക്സാമ്പിൾ ഇതില് ലൈക്ക് കീ ഫൈൻഡിങ്സ് ഓഫ് ദ ടോപ്പിക്, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എന്ത് വേണം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഏതിലും സ്മോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ മാത്രം ഇൻഫർമേഷൻസ് വേണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സമ്മറൈസ് ചെയ്ത് തരും. ഇതിപ്പോ ഇതിന്റെ കീ ഫൈൻഡിങ്സ് സമ്മറൈസ് ചെയ്ത് തരും. പിന്നെയും എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഇത് ചോദിക്കാവുന്ന ഇതാണ് ചാറ്റ് വിത്ത് PDF. ലിറ്ററേച്ചർ റിവ്യൂ, ഇതാണ് ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടൂള്. എസ്പെഷ്യലി റിസർച്ച് ചെയ്യുന്നവർക്ക് ലിറ്ററേച്ചർ റിവ്യൂസ് പബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഗൂഗിൾ സ്കോളറിൽ പോയി ഓരോന്ന് വായിച്ച് നോക്കി നോക്കി ചെയ്യുന്നതിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ലിറ്ററേച്ചർ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു റിലേറ്റഡ് ടോപ്പിക്, ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചേക്കണതാണ്. ഒരു ടോപ്പിക്ക് നമ്മൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇവിടെ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇത് തന്നെ ഇത് സമ്മറൈസ് ചെയ്ത് ഒരു നമുക്ക് പേജ് വരും. ഇതിങ്ങനെയാണ് അതിന്റെ ഇത് വരിക. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാം. ഇതിന്റെ സൈഡിലേക്ക് അതിന്റെ ഇൻസൈറ്റ്സ്, അബ്സ്ട്രാക്ട്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് ഇത് തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 പേപ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. എടുത്തു കഴിഞ്ഞാൽ
ഈ സൈസ് ബേസ് തന്നെ ഇത് സമ്മറൈസ് ചെയ്ത് നമുക്കൊരു ബ്രീഫ് തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഏതിലൊരു പുതിയ ടോപ്പിക് എടുക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓവറോൾ ഇൻഫർമേഷൻസ് ഇത് വെച്ച് കിട്ടും. പിന്നെ ഇതിൽ തന്നെ കുറെ ഫിൽട്ടർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഓപ്പൺ ആക്സസ് ഉള്ള ജേർണൽസ് മാത്രം മതിയെങ്കിൽ അത്, പിന്നെ PDF വേണ്ടതിൽ ഇപ്പൊ എല്ലാ പേപ്പറുകൾക്കും PDF ഇല്ലാത്തത് കൊണ്ട് നമുക്ക് PDF ഉള്ളത് മാത്രം മതിയെങ്കിൽ അത്, പിന്നെ ടോപ്പ് പേപ്പേഴ്സ് ഏറ്റവും എന്താ നല്ല ഇതുള്ള ജേർണൽസ് വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് ഒരു ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പ്ലസ് കൂടുതൽ ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻസ്, പിന്നെ അങ്ങനെ എല്ലാം സോർട്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതില് ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ ഇത്രയും കോളംസ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ ഒരു ജേർണൽസ് എടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട്, അതിന്റെ ഇൻട്രൊഡക്ഷൻ, ഏത് മെത്തേഡ് യൂസ് ചെയ്ത്, അതിന്റെ ലിറ്ററേച്ചർ റിവ്യൂന്റെ അബ്സ്ട്രാക്റ്റുകൾ, ലിമിറ്റേഷൻസ്, കോൺട്രിബ്യൂഷൻസ്, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ആഡ് ചെയ്ത് വെച്ചാണ് അതിന്റെ കൺക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കൊരു പേപ്പർ എടുക്കുമ്പോൾ അത് മൊത്തം വായിച്ചു നോക്കേണ്ട കാര്യമില്ല. ഈ സൈഡിൽ കൺക്ലൂഷൻസ് നോക്കുമ്പോൾ ആ സ്റ്റഡിയുടെ കൺക്ലൂഷൻ കാര്യങ്ങൾ വരും. അബ്സ്ട്രാക്ട് വേണ്ടി അബ്സ്ട്രാക്ട്, അങ്ങനെ എല്ലാം ഇതിൽ തന്നെ ഇൻസൈറ്റ്സ്, പേപ്പറിന്റെ ഇൻസൈറ്റ്, അങ്ങനെ നമുക്ക് ഇനിയിപ്പോ ആവശ്യമുള്ള കോളങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ സൈഡിലോട്ട് ക്രിയേറ്റ് ന്യൂ കോളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടാതെ നമുക്കിപ്പം ഇതിന്റെ തന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതൊക്കെ ഓതേഴ്സ് വേണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കോളം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം അതാണ് ലിറ്ററേച്ചർ റിവ്യൂ. ഇനി അടുത്തത് AI റൈറ്റർ. ഇത് ഈ ടൂളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AI ടൂളിന്റെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സെന്റൻസ് ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഇത് ചെയ്തു തരും. ജസ്റ്റ് ടാബ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, അതുപോലത്തെ ടേബിള്, അങ്ങനെ എന്തും ഇത് തന്നെ ചെയ്തു തരും. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് AI സപ്പോർട്ടോടുള്ള AI റൈറ്റർ. നെക്സ്റ്റ് ഈസ് ഫൈൻ കൺസെപ്റ്റ്. ഇത് പുതുതായിട്ട് റിസർച്ച് ടോപ്പിക് ഒരെണ്ണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ടോപ്പിക് വേണം, അതിനെപ്പറ്റി ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടില്ല, അങ്ങനെയുള്ളിടത്ത് ഇതുപോലത്തെ നമ്മുടെ ടോപ്പിക് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നമുക്കൊരു റിസർച്ച് ചെയ്യണമെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ കുറച്ച് റിലവൻറ്റ് പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ നിന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു യൂണീക്ക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കി തരും. ഇത് പുതുതായിട്ട് റിസർച്ച് ചെയ്യുന്നവർക്ക്, പുതിയൊരു ടോപ്പിക്കിൽ ഇത് ചെയ്യുന്നവർക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പൊ നമുക്ക് വെബ് സോഴ്സും അതുപോലെ റിലേറ്റഡ് പേപ്പേഴ്സ് അതെല്ലാം നോക്കിയിട്ട് ഇത് കൺസെപ്റ്റ്സ് ഉണ്ടാക്കി തരും. അപ്പൊ ആ കൺസെപ്റ്റ് വായിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് എങ്ങനത്തെ ടോപ്പിക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യാന്നുള്ള ഐഡിയാസ് കിട്ടും. നെക്സ്റ്റ് ഈസ് പാരാഫ്രൈസർ. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സെന്റൻസ് പാരാഫ്രൈസ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്യാം. ഇതിൽ അക്കാദമിക്, മോസ്റ്റ്ലി റിസർച്ച് ടൈപ്പിംഗ് എല്ലാം അക്കാദമിക് ഇതിലാണ്. പിന്നെ അതിന്റെ ഫോർമാറ്റ് ഫ്ലുവൻ്റ് ഓർ ഫോർമൽ ഏത് മാറ്റണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്കൊരു വേറൊരു ജേർണൽസിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പാരാഫ്രൈസ് ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിൽ വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ സെന്റൻസിന്റെ ലെങ്ത് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം പാരാഫ്രൈസ് ചെയ്ത്. ആൻഡ് അഡീഷണലി ഇതിൽ ഒരു ടൂളും കൂടെ അവൈലബിൾ ആണ്.
വിച്ച് ഈസ് AI റീചെക്ക്. നമുക്ക് ഈ ഇപ്പോഴത്തെ പുതിയ പ്ലഗിയറിസം ചെക്കിങ്ങിലെല്ലാം ഈ സിമിലാരിറ്റി അല്ലെങ്കിൽ AI ടൂളിന്റെ യൂസ് എന്തോരം ഉണ്ടെന്നുള്ളത് ഇപ്പൊ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഈ AI റീചെക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതിപ്പോ താഴെ നമുക്ക് കാണാം, ദ ടെക്സ്റ്റ് ഈസ് മോസ്റ്റ്ലി ഹ്യൂമൻ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ പറയും ഹൈ ആയിട്ട് ഇതുണ്ട്, അല്ലെങ്കിൽ മോഡറേറ്റ്, ലോ. ചാറ്റ് GPT എന്നൊരു സംഭവമൊക്കെ കോപ്പി ചെയ്ത് ഇവിടെ ഇടുകയാണെങ്കിൽ ഓവർവെൽമിംഗ്ലി എന്ന് പറഞ്ഞിട്ട് പറയും. അവിടെയാണ് പാരാഫ്രേസ്. സൈറ്റേഷൻ ജനറേറ്റർ ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഈ വെബ് പേജുകൾ അങ്ങനെയുള്ളിടത്ത് സൈറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ URL യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഒരു ഡെങ്കുവിന്റെ WHO സൈറ്റിന്റെ ഇതാണ്. അപ്പൊ അവിടെ നമ്മൾ ആ പേജിൽ പോയിട്ട് സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സൈറ്റേഷൻ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് സൈറ്റേഷൻസ് ഇതുപോലെ ഉണ്ടാക്കി തരും. അപ്പോൾ അതും യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് സൈറ്റേഷൻ ജനറേറ്റർ. അത് ഏത് API വേണോ, വാൻകൂവർ വേണോ, അങ്ങനെ ഏത് ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കാം. വാൻകൂവർ, MLA, ഏത് ഫോർമാറ്റ്. ഇനി എക്സ്ട്രാക്ട് ഡാറ്റ. ഇത് നമുക്കൊരു 3-4 PDF നമ്മുടെ കയ്യിൽ തന്നെയുള്ള PDF ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സമ്മറി നമ്മൾ ആദ്യം ലിറ്ററേച്ചർ റിവ്യൂ കണ്ട പോലെ തന്നെ ഇത് ഉണ്ടാക്കി തരും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ പേപ്പേഴ്സും വായിച്ച് സമയം കളയാതെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് എക്സ്ട്രാക്ട് ഡാറ്റ. പിന്നെ AI ഡിറ്റക്ടർ. ഇതിൽ AI ഇൻകോപ്പറേറ്റ് ചെയ്തേക്കണം. അപ്പൊ അവിടെ നമ്മൾ ഏതെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അത് AI ഡിറ്റക്ഷൻ നോക്കി പറയും, ഓക്കെ 100% ആണ് ഇത്, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ആ AI ഇത് സ്വന്തം വേർഡ്സിലേക്ക് മാറ്റി കുറയ്ക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഓതർ പ്രൊഫൈല്. ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിഷ് ചെയ്തേക്കണ ടോപ്പിക്കുകൾ സംഭവങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഇത് തന്നെ അതിന്റെ വീഡിയോയും അതിന്റെ പവർ പോയിന്റ് പോലത്തെ സ്ലൈഡ് പ്രസന്റേഷൻസും ഇത് ചെയ്തു തരും. പിന്നെ ഇതിന്റെ AI അവതാർ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും നമ്മുടെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത അതിനെ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സൗണ്ട് ചെയ്തു തരും. ഇങ്ങനത്തെ വീഡിയോസ് ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് എപ്പോഴും ഗൂഗിൾ ക്രോമിൽ ഇതിലൊക്കെ എക്സ്റ്റൻഷൻ ആക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് പേജ് ഓപ്പൺ ചെയ്താലും ഇതിൽ മോളിൽ കാണുന്ന പോലെ നമുക്ക് എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഈ AI ടൂൾ വെച്ചിട്ട് ആ പേജ് സെർച്ച് ചെയ്യാനും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ആർട്ടിക്കിൾ ചാറ്റ് GPTയിലാണെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈസ് സ്പേസ് എന്ന് പറഞ്ഞു വരും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ കൺസെപ്റ്റ് ഇതിലോട്ട് കയറി ഈ പേജിൽ നോക്കാനും യൂസ്ഫുൾ. അപ്പൊ ഇത് എക്സ്റ്റൻഷൻ ആയിട്ടും ചെയ്തു വെക്കാം. അത് ചാറ്റ് GPTയിലും ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ചെയ്തു വെക്കാം. അപ്പൊ ഇത് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാര്യം ഓരോ പേപ്പർ വായിച്ച് ഒരുപാട് സമയം കളയാതെ എല്ലാം കൂടെ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ഇതിന്റെ ഏത് പാർട്ട് വേണമെങ്കിലും വായിച്ചെടുക്കാനും പറ്റും. ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് AI ടൂൾ ഉണ്ട്, അതിനോട് ക്വസ്റ്റ്യൻസ് വെച്ച് അത് സമ്മറൈസ് ചെയ്ത് തരും. അപ്പം എല്ലാവരും യൂസ് ചെയ്യുക. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.